ട്രാവൽ ആൻഡ് ടൂറിസം വൊക്കേഷണൽ പ്രാക്ടിക്കൽ വോള്യൂം 6ലേക്ക് ഏവർക്കും സ്വാഗതം. ടൂറിസം പഠിക്കുന്ന സ്റ്റുഡൻസായ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ ആൻഡ് മാപ്പ് വർക്ക് എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. രണ്ടായിട്ടാണ് ആ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഫാക്ട് ഫയൽ, ഇന്ത്യയെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ആദ്യം നൽകുന്നത്. അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ, ഇന്ത്യയെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ടൂറിസം പഠിക്കുന്ന നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ വിവരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ പോർഷനിൽ മാപ്പ് വർക്ക് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, അത് അതിന്റെ തലസ്ഥാനം, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതിന്റെ പേരുകൾ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ മാപ്പിൽ അത് എവിടെയാണ് എന്ന് അടയാളപ്പെടുത്താൻ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഈ മാപ്പിൽ അടയാളപ്പെടുത്താൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അത് ഈ ഫാക്ട് ഫയലും മാപ്പിനെ കുറിച്ചും വിവിധ സംസ്ഥാനങ്ങളെ കുറിച്ചും ഉള്ള വിവരണവും പഠിക്കുന്നതിനും അതിനോടൊപ്പം അതിന്റെ ഒരു ചെറിയ പ്രോജക്റ്റ് വർക്ക് ഇല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ഇവിടെ ചെയ്യാനാണ് ഈ കൂടെ നമ്മൾ പഠിക്കുന്നത്. ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടി ആദ്യമായി മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, ഒരു ഫുൾ സ്റ്റേറ്റ്സ് ഒക്കെ ഉള്ള ഒരു മാപ്പ് എടുത്ത് അതിൽ ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെ തലസ്ഥാനങ്ങളും അടയാളപ്പെടുത്തിയ മാപ്പ് എടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കിതിൽ കാണാം, സ്ക്രീനിൽ ഇന്ത്യയുടെ ഒരു മാപ്പാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യം ചെയ്യേണ്ട ഒരു വർക്ക് അതാണ്. ഒരു മാപ്പ് എടുത്ത്, ഫോർ എക്സാമ്പിൾ ഇവിടെ തമിഴ്നാട്, ക്യാപിറ്റൽ ചെന്നൈ, ഇതിൻ്റെ പൊസിഷൻ ഓരോ സ്റ്റേറ്റും എവിടെയാണ് എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ ഇവിടെ കേരളം, ക്യാപിറ്റൽ തിരുവനന്തപുരം, അതുപോലെ ഓരോ സ്റ്റേറ്റും, രാജസ്ഥാൻ, ജയ്പൂർ, അപ്പോൾ സ്റ്റേറ്റുകളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ക്യാപിറ്റൽ. അപ്പോൾ അതുപോലെ ഇവിടെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ദീവ്, ദമൻ ആണ് ക്യാപിറ്റൽ. അപ്പോൾ ഇതുപോലെ യൂണിയൻ കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ചും ഒക്കെ അത് അടയാളപ്പെടുത്താനും ഇപ്പോൾ എവിടെയാണ്, അത് മാപ്പ് വർക്ക് ഓഫ് ഇന്ത്യ എന്ന ഒരു പോർഷനിൽ ഈ മാപ്പ് അടയാളപ്പെടുത്താൻ പഠിക്കണം. ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളെ കുറിച്ചും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ നമുക്കിത് പ്ലോട്ട് ചെയ്യാനും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ് എന്നൊക്കെ അറിഞ്ഞാൽ പ്ലോട്ട് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഈ ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യയുടെ അസൈൻമെൻ്റ്, ഒരു വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം. പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചും കൂടെ പോകാം. പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കവർ പേജാണ് തയ്യാറാക്കേണ്ടത്. ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ ആൻഡ് മാപ്പ് വർക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇതൊരു കവർ പേജാണ്. അതിൻ്റെ കവർ പേജിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്യാം. ഹെഡിങ് വളരെ നീറ്റായി. ഇപ്പം രണ്ട് പോർഷനായിട്ടാണ്, ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ ആൻഡ് മാപ്പ് വർക്ക്, അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഇതിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കോർണറിലായിട്ട് സബ്മിറ്റഡ് ബൈ, നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ആരാ സബ്മിറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂള് എന്നിവ എഴുതി സബ്മിറ്റ് ചെയ്യാം. അടുത്ത പേജിലായിട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻസ്, നമ്മൾ ചെയ്യുന്ന ഓരോ പേജുകളിലും എന്താണെന്നുള്ളത് ആദ്യം നമുക്കൊരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം. സീരിയൽ നമ്പർ ഇട്ട്, അപ്പോൾ ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ 1 to 3 പേജസ്. ഈ ചെയ്തിരിക്കുന്നത് ഇത് ടൈപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പേജാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്
1 to 3 പേജസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്ന നിങ്ങൾ എഴുതുമ്പോൾ അത് 1 to 3 എന്ന് പേജ് നമ്പേഴ്സ് കൊടുത്ത് എത്ര പേജാണ് വരുന്നത് അതനുസരിച്ച് വേണം ഇൻഡെക്സിൽ മാർക്ക് ചെയ്യാൻ. അതിൻ്റെ നെക്സ്റ്റ് പോർഷൻ മാപ്പ് വർക്കാണ്. മാപ്പ് വർക്ക് ഇവിടെ 4 to 13 പേജസ് ആണ് ടോട്ടൽ മാപ്പ് വർക്ക് വന്നിരിക്കുന്നത് മൊത്തം. അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇന്ത്യ സ്റ്റേറ്റ്സ് ആൻഡ് മാപ്പ്, ഇന്ത്യയുടെ സ്റ്റേറ്റും അപ്പോൾ അതിൻ്റെ മാപ്പും അത് 2 പേജ്. ടൂറിസ്റ്റ് കേന്ദ്രം ബീച്ചസ് ആൻഡ് വാട്ടർഫോൾസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ബീച്ചസും വാട്ടർഫോൾസും അത് 2 പേജായിട്ട് 6 and 7. അതുപോലെ ഹിൽ സ്റ്റേഷൻ പിൽഗ്രിം സെൻറ്റർ ഓഫ് ഇന്ത്യ, അങ്ങനെ ആ ഒരു പോർഷൻ 2 പേജ്. അങ്ങനെ ഓരോ പേജും സെപ്പറേറ്റ് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഫാക്ട് ഫയലിലോട്ട് കിടക്കാം. ഫാക്ട് ഫയൽ ഇവിടെ 3 പേജായിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാക്ട് ഫയൽ എങ്ങനെയാണ് ഇത് എഴുതി ഇത് പഠിക്കുകയും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഫാക്ട് ഫയലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇന്ത്യയെക്കുറിച്ചാണ്. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ്, ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ഏഷ്യ, ഏഷ്യയിലെ 2ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഈസ് എ പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ 3 സൈഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാ സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടതെന്ന് അറിയാമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഐലൻഡ് എന്നാണ് പറയുന്നത്. 3 സൈഡ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കരഭൂമി ആയതുകൊണ്ട് അതിനെ പെനിൻസുലാർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇന്ത്യ ഇസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യവും ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാമത്തെ വലിയ രാജ്യവും ആണ്. ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ വേൾഡ് പോപ്പുലേഷൻ. ഇന്ത്യയുടെ ബോർഡേഴ്സ്, ഇന്ത്യയുടെ കരഭൂമി ബോർഡർ ഷെയർ ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ പാരഗ്രാഫായിട്ട് ഇന്ത്യ ഒബ്റ്റെയിൻ ഇൻഡിപെൻഡൻസ് എന്ന് കിട്ടി, എന്ന് സ്വതന്ത്രമായി. എത്ര സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏതാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അതൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഫാക്ട്സ്, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പ്രധാന കുറച്ച് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതിൻ്റെ പോപ്പുലേഷൻ, ഏരിയ, വിസ്തീർണം എത്രയാണ്, യൂസ് ചെയ്യുന്ന മണി എന്താണ്, റുപ്പിയാണ്, ലാംഗ്വേജസ്, പ്രധാനപ്പെട്ട മലനിര ഏതാണ്, നദികൾ, മേജർ റിവേഴ്സ്, പ്രധാനപ്പെട്ട റിവേഴ്സ് നദികൾ ഏതൊക്കെയാണ്, ഇന്ത്യൻ ഫ്ലാഗിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ വാട്ടർ ബൗണ്ടറീസ് ഏതൊക്കെയാണ്, ഇന്ത്യൻ ഓഷ്യൻ ഏത് സൈഡിലാണ്, ബംഗാൾ ഉൾക്കടൽ എവിടെയാണ്, അറബിക്കടൽ ഏത് സൈഡിലാണ് എന്നുള്ള ഒരു അതിൻ്റെ ഒരു പൊസിഷനാണ് ഇവിടെ പറയുന്നത്. കോസ്റ്റൽ ലൈൻ, അതായത് ഇന്ത്യയുടെ മൊത്ത തീരദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നു. ഏറ്റവും ഉയരത്തിലുള്ള ഹയസ്റ്റ് പോയിൻ്റ് ഏതാണ്, ലോവസ്റ്റ് പോയിൻ്റ് ഏതാണ്, ലോങ്ങസ്റ്റ് റിവർ, ഹയസ്റ്റ് വാട്ടർഫോൾ, ലാർജസ്റ്റ് ഡാം, ബിഗ്ഗസ്റ്റ് ഡെസേർട്ട്, അങ്ങനെയുള്ള കുറേ വിവരണങ്ങൾ, നാഷണൽ ബേർഡ്, നാഷണൽ ആനിമൽ ഉൾപ്പെട്ട കുറേ വിവരണങ്ങളാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഫാക്ട്സ്, കുറച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. അടുത്തത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ. ഇത് മാർക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ പിന്നീട് മാപ്പ് വർക്കിൽ പഠിക്കേണ്ടത്. അത് നമ്മൾ ബീച്ചസ്, ഹിൽ സ്റ്റേഷൻ എന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീച്ചസ് എന്ന് പറഞ്ഞ് അത് ഏതൊക്കെയാണ്, കുറച്ച് ബീച്ചസ്, കുറച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ കോവളം എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഏത് സ്റ്റേറ്റിലാണ്, കേരളത്തിലാണ്. അതുപോലെ മെറീന ബീച്ച് ചെന്നൈയിലാണ്, തമിഴ്നാട് സ്റ്റേറ്റ് തമിഴ്നാടാണ്. അതുപോലെ ഓരോ ബീച്ചസ്, പ്രധാനപ്പെട്ട ബീച്ചസ് മാത്രം കൊടുക്കുന്നു. മേജർ ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എന്നുൾപ്പെട്ട ഹിൽ സ്റ്റേഷൻസ്. മേജർ നാഷണൽ പാർക്സ്, ഇപ്പം നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്, അതിൻ്റെ പേരുകൾ പ്രധാനപ്പെട്ട മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതും. മേജർ മോണ്യുമെൻറ്റ്സ്, ഇന്ത്യയിലെ ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. പ്രധാനപ്പെട്ട കുറേ ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിച്ചത് മനസ്സിലാക്കാം. ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ. അപ്പോൾ 2ാമത്തെ പേജിൽ ഈ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ പേജിലായിട്ട്
പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം, ആരാധനാലയങ്ങൾ, മേജർ പിൽഗ്രിം സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ, അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് ആൻഡ് സീപോർട്ട്, വിമാനത്താവളങ്ങൾ, അതുപോലെ മേജർ ഡാൻസ് ഫോം, ഓരോ സ്റ്റേറ്റിലുമുള്ള പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ 3 പേജായിട്ടാണ് ഈ വിവരണം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 3 പേജ്, 1, 2, 3 3 പേജായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഒരു പേജിൻ്റെ പുറകിലായിട്ട് സെക്കൻഡ് പേജ് കൊടുക്കാം. അതിന് ശേഷം 3 പേജ്, 3ാമത്തെ പേജ് നൽകാവുന്നതാണ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് എഴുതുമ്പോൾ നിങ്ങളത് എഴുതിയാണ് നിങ്ങൾ സാറിന് ഇത് തയ്യാറാക്കുന്നത്. അപ്പം പേജസിൽ ഡിഫറൻസ് വരാം. ഇത് ടൈപ്പ് ചെയ്തൊരു മാറ്റർ ആയതുകൊണ്ടാണ് 3 പേജ് എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് മാപ്പ് വർക്കിലോട്ട് കടക്കാം. ഈ ഇന്ത്യ ഫാക്ട് ഫയൽ എന്ന പോർഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു പേജ് സെപ്പറേറ്റ് ആയിട്ട് മാപ്പ് വർക്ക് എന്നുള്ള ഹെഡിങ് നൽകിയ ശേഷം ആ ഒരു പോർഷനിലോട്ട് കടക്കുകയാണ്. അതിൽ 3 പേജ് ഫാക്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞു. 4ഉം 5ഉം പേജ് ഇവിടെ ഇന്ത്യ സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ്, ബ്രാക്കറ്റ് ഇതിൻ്റെ തലസ്ഥാനങ്ങളും ഇവിടെ. ഈ ഒരു പേജ് എടുക്കുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ ഡീറ്റെയിലും, ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ വലതുവശത്തായിട്ട് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് എടുത്ത് നിങ്ങൾ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഈ മാപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് അതിനുശേഷം ഈ പറഞ്ഞ ഓരോ സ്ഥലങ്ങളും അടയാളപ്പെടുത്തുക. ഡോട്ടിട്ട് കേരളത്തിൻ്റെ സ്ഥാനത്ത് കേരള എന്നെഴുതുക, കർണാടകയുടെ സ്ഥാനത്ത് ഒരു വരയിട്ട് അല്ലെങ്കിൽ ഒരു ഡോട്ടിട്ട് വരച്ച് കർണാടക എന്ന് എഴുതുക. അതിനൊരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇതൊരു കൈകൊണ്ട് എഴുതി പ്രിപ്പയർ ചെയ്ത ഒരു ഫാക്ട് ഫയലിൻ്റെ ഒരു ഫ്രണ്ട് പേജാണ്. അതുപോലെ ഇത് ഇന്ത്യയുടെ മാപ്പും ഇന്ത്യയുടെ മാപ്പിലെ മോണ്യുമെൻറ്റ്സ് അടയാളപ്പെടുത്തിയതാണ്. ഇവിടെ അടയാളങ്ങൾ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. ഈ രീതിയിൽ വേണം തയ്യാറാക്കാൻ. ഇന്ത്യ സ്റ്റേറ്റ്സ്, ക്യാപിറ്റൽസ്, അതുപോലെ യൂണിയൻ ടെറിട്ടറി, അതും ഇവിടെ അടയാളപ്പെടുത്തുക. അടുത്തത് ബീച്ചസ്, പ്രധാനപ്പെട്ട ബീച്ചസ് ആൻഡ് വാട്ടർഫോൾസ് ആണ്. ഇടതുവശത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. റൈറ്റ് സൈഡിലെ പേജിൽ 6ാമത്തെ പേജാണിത്. 7ാമത്തെ പേജിൽ ഇവിടെ അടയാളപ്പെടുത്തുക ഈ പറഞ്ഞ ബീച്ചസ് ആൻഡ് വാട്ടർഫോൾ. ബീച്ചസ് അടയാളപ്പെടുത്തുമ്പോൾ റെഡ് പെൻ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ബ്ലൂ പെൻ ഉപയോഗിച്ച് അതിൻ്റെ പേരുകൾ എഴുതാം. വാട്ടർഫോൾസ് എഴുതുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഉപയോഗിച്ച്, ഇപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. 2 കളറിൽ അടയാളപ്പെടുത്താം. അടുത്തത് ഹിൽ സ്റ്റേഷൻ, അടുത്ത 2 പേജ് മേജർ ഹിൽ സ്റ്റേഷൻ, മേജർ പിൽഗ്രിം സെൻറ്റർ. ഈ 2 കാര്യങ്ങൾ ഈ ഒരു മാപ്പിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതും ആ സെയിം നേരത്തെ പറഞ്ഞ പോലെ അടയാളങ്ങൾ അടയാളപ്പെടുത്തുക. അടുത്തത് നാഷണൽ പാർക്ക് ആൻഡ് ബേർഡ് സാഞ്ചുറി, പ്രധാനപ്പെട്ട നാഷണൽ പാർക്ക്, അതുപോലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ, ഇത് അടയാളപ്പെടുത്താം. ചരിത്ര സ്മാരകങ്ങൾ അല്ലെ മോണ്യുമെൻറ്റ്സ് ഇന്ത്യയിലെ, അതിനുവേണ്ടി ഒരു മാപ്പ് നമ്മൾ മാറ്റിവെക്കും. കുറച്ച് കൂടുതലും മോണ്യുമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ട ഒരു ഫുൾ മാപ്പ് നമ്മൾ മോണ്യുമെൻറ്റ്സ് മാത്രമായിട്ട് മാർക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഇന്ത്യയുടെ ഇതിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ബ്രാക്കറ്റിൽ ഉത്തർപ്രദേശ്, കർണാടക എന്നുണ്ട്. ഇന്ത്യയുടെ മെയിൻ മാപ്പ് എടുത്ത് നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ച് ഇതിൽ അടയാളപ്പെടുത്തുക. അതുപോലെ പ്രധാനപ്പെട്ട എയർപോർട്ട്സ്, വിമാനത്താവളങ്ങളും സീ പോർട്ട്സും ഈ ഒരു മാപ്പിൽ, അടുത്ത ഒരു മാപ്പിലായിട്ട്. അപ്പോൾ പേജ് 14 and 15 ആണ് അതിനു വേണ്ടി ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. 16 and 17 ഇത് ഡാൻസ് ഫോം, കലാരൂപങ്ങളും ഒക്കെയുള്ള കഥകളി, മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ
ഒരു സ്ഥാനത്ത് ഒരു വരയിട്ടിട്ട് കഥകളി, മോഹിനിയാട്ടം. തമിഴ്നാടിൻ്റെ ആ ഒരു പോർഷന് ഇവിടെ അടയാളം കൊടുത്ത് വരയിട്ടിട്ട് ഭരതനാട്യം എന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ ഓരോ സ്റ്റേറ്റിൻ്റെയും മാർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി പ്രിപ്പയർ ചെയ്താൽ മതിയാകും. എഴുതി ഇത് വളരെ നീറ്റായിട്ട് എഴുതി ഓരോ പേജും ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഫോമിൽ പ്രിപ്പയർ ചെയ്യുക. സ്റ്റേപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ ട്വൈൻ ഉപയോഗിച്ച് അത് കുത്തിയെടുക്കുക. A4 സൈസ് പേപ്പർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ബോർഡർ വരച്ച് ഒരു സൈഡ് മാപ്പ്, ഒരു സൈഡ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും. ഈ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഇതുവരെ നിങ്ങൾ കണ്ട ഈ അസൈൻമെന്റിന്റെ ഒരു സാമ്പിളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം, നേരത്തെ കാണിച്ച പോലെ ഒരു കവർ പേജ്. അതുപോലെ ഇതൊരു ബുക്ക്ലെറ്റ്, ഒരു ബുക്ക് ഫോമിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സ്റ്റേപ്പിൾ ചെയ്തിരിക്കുകയാണ്. ഇതൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, വളരെ ഒരു ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക്ലെറ്റ് കാണിക്കുന്നത്. ഫ്രണ്ട് പേജിൽ ഒരു ഇൻഡെക്സ്, ഇത് തിരിച്ചുകൊണ്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഫാക്ട് ഫയൽ, അതുപോലെ മാപ്പ് വർക്ക് എന്നുള്ളത് എത്രാമത്തെ പേജിലാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട്. അകത്തെ പേജിൽ പേജ് നമ്പർ 1 ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യയുടെ വിവരണങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പേജ് 2 and 3. അതിനുശേഷം ഇന്നർ പേജിൽ മാപ്പ് വർക്കിന്റെ ആരംഭമാണ്. ആദ്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും മാപ്പ്, ഔട്ട്ലൈൻ മാപ്പ് ഇവിടെ നൽകുന്നു. ഇതിൽ അടയാളപ്പെടുത്തുകയാണ്. ഓരോ സ്റ്റേറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ മേജർ ബീച്ചസ് ആൻഡ് വാട്ടർഫോൾസ് എന്ന ടോപ്പിക്കാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2 കളറിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ വേഗം തിരിച്ചറിയുന്നതിന് വേണ്ടി 2 കളറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ബീച്ചസ് അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബീച്ചസ് ഈ തീരദേശത്ത് വേണം ബീച്ചസിന്റെ അടയാളം നിങ്ങൾ നൽകാനായിട്ട്. അതുപോലെ ഇവിടെ എഴുതാവുന്നതാണ്. ബീച്ചസിന്റെ പേരുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള പേരുകൾ ഇവിടെ നൽകാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ വേണം ഈ മാപ്പ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നേരത്തെ കണ്ട പോലെ എല്ലാ പേജുകളും മോണ്യുമെന്റ്സ്, അതുപോലെ പ്രധാനപ്പെട്ട എയർപോർട്ട്, അതുപോലെ ഡാൻസ് ഫോം, ആ രീതിയിലാണ് ഈ മാപ്പ് വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ മാപ്പ് വർക്ക് അതോടൊപ്പം ഈ ഫാക്ട് ഫയലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഒന്ന്, ഈ ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ, പ്രിപ്പയർ എ ഫാക്ട് ഫയൽ ഓഫ് ഇന്ത്യ എന്ന ഒരു ക്വസ്റ്റ്യനും, അതുപോലെ ഒരു ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് നൽകി അതിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, എല്ലാ സ്ഥലങ്ങളും അടയാളപ്പെടുത്താൻ ഉള്ള ഒരു ടോപ്പിക്കും, അതുപോലെ തന്നെ വൈവ എന്നൊരു, നിങ്ങൾ 2 വൈവ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ചോദിക്കാവുന്ന പല ക്വസ്റ്റ്യൻസും ഈ ഒരു പോർഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു വർക്ക് നിങ്ങൾ വളരെ നീറ്റായിട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു യു.